ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് അമിത്ഷായാണ്. അമിത്ഷാ ഒരു പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ എന്ത് ചെയ്യും? അത്തരം ചില ചിന്തകൾ, ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അമിത്ഷാ തന്നെ സാധാരണഗതിയിൽ അമിത്ഷാ അങ്ങനെ മനസ്സ് തുറക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് 60 വയസ്സേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഈ സഹകരണ രംഗത്ത് ഉള്ള കുറേ സ്ത്രീകൾ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ തന്നെ സഹകാർ സംവാദ് എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോയി. അതായത് ആ സ്ത്രീകളോട് ആണ് അമിത്ഷാ മനസ്സ് തുറന്നത്. ഞാൻ വിരമിച്ചാൽ, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അമ്പരിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങനൊരു വശമുണ്ടെന്ന് തോന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ അതൊക്കെ വായിച്ചിരിക്കും. പക്ഷെ ഇത്രയും പറഞ്ഞിട്ട് വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ വായിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് സന്യസിക്കുമോ എന്ന് അവർ അങ്ങനെയൊന്നും പത്രപ്രവർത്തകരല്ലല്ലോ. സ്ത്രീകള് മറ്റേ സഹകരണ രംഗത്തുള്ളവരാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം സഹകരണ മന്ത്രിയും കൂടിയാ അമിത്ഷാ കേന്ദ്രത്തില്. അപ്പോൾ മാത്രമല്ല, അദ്ദേഹം അവിടെ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എന്നെ എല്ലാവരും ആഭ്യന്തരമന്ത്രിയായിട്ടാണ് അറിയുന്നത്, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് സഹകരണ വകുപ്പാണ് എന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നീട് മൂന്നാമതായി ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൈവ കൃഷി അദ്ദേഹത്തിന് കൃഷിയിടം ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജൈവ കൃഷി കൂടുതൽ ചെയ്യും, അത് പ്രോത്സാഹിപ്പിക്കും, വളർത്തും എന്നും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ജൈവ കൃഷി പരാമർശിച്ചുകൊണ്ട് കുറേ നേരം അത് പറയാൻ തുടങ്ങി. രാസവളമുള്ള ഗോതമ്പ് അനാരോഗ്യം ഉണ്ടാക്കും, ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടുന്ന ഗോതമ്പൊക്കെ രാസവളം അടങ്ങിയതാണ്. അത് ക്യാൻസർ ഉണ്ടാക്കും, രക്തസമ്മർദ്ദം ഉണ്ടാക്കും, പ്രമേഹം ഉണ്ടാക്കും, തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ജൈവ കൃഷിയുടെ ഉൽപ്പന്നം നമ്മൾ കഴിച്ചാൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ജൈവ വളം ഇട്ട് കഴിഞ്ഞാൽ വിള കൂടും. എൻ്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ എനിക്ക് 1.5 ഇരട്ടി വിള കിട്ടുന്നുണ്ട് ജൈവവളം ഇടുന്നത് കൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പരിസ്ഥിതിക്ക് ഗുണമാണ് ഇത് ജൈവവളം. രാസവളം ദോഷം ചെയ്യുന്നില്ലല്ലോ. മഴ കൂടിയാൽ, മഴ ഒരുപാട് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കൃഷിയിടത്തിൽ നിന്ന് പുറത്തേക്ക് പോകും വെള്ളം. പക്ഷെ ജൈവ കൃഷിയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഒറ്റ തുള്ളി പോലും ആ കൃഷിയിടത്തിൽ നിന്ന് പുറത്തു പോവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലുകളൊക്കെ കീറിയിട്ടുണ്ടാവുമല്ലോ ഭൂമിയിൽ, ഇതിന് താഴ്ന്നിറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. അങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങും മഴവെള്ളം. കാച്ച് വേകളൊക്കെ മണ്ണിലുണ്ടാവും. വെള്ളം ഇറങ്ങി ആ കാച്ച് വേകളൊക്കെ അടച്ചിട്ട് അത് അവിടെ തന്നെ നിൽക്കും. പിന്നെ മണ്ണിരകൾ, ഇപ്പൊ രാസവളം വന്നു കഴിഞ്ഞപ്പോൾ മണ്ണിരകളൊക്കെ നശിച്ചുപോയി. മണ്ണിരകൾ ജൈവവളം ഉണ്ടാക്കുന്ന പ്രകൃതി ജീവികളാണ്. അവയെ കൃത്രിമ വളം അവയെ കൊന്നുകളഞ്ഞു മണ്ണിരകളെ. ഈ ജീവികൾ പ്രകൃതി കീടങ്ങളാണ്. പ്രകൃതിയിൽ നിന്ന് തന്നെ അവർ യൂറിയ ഉണ്ടാക്കും, പിന്നെ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ടാവും, MPK മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഇതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കൃഷിയെപ്പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. പിന്നെ മറ്റേ അദ്ദേഹം പറഞ്ഞില്ലേ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതിൽ അദ്ദേഹത്തിന് അധികം ധാരണയില്ലെങ്കിൽ അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്യാവുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട്, നരേന്ദ്രമോദി. സാർ, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ 3ാമത്തെ ടൈമിലാണ്. എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് വിരമിക്കാനുള്ള 3ാമത്തെ ഊഴത്തിൽ 75 വയസ്സാവുകയാണ്. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും BJP ഭരണത്തിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ BJPയുടെ തലപ്പത്തേക്ക് എത്തുകയോ എന്ന് കരുതപ്പെടുന്ന ഒരു നേതാവ് അമിത്ഷാ. മാത്രമല്ല ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായിട്ട് വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘടനാ തലത്തിലും ഗംഭീരമായി പണിയെടുക്കുന്ന ആളാണ് ശരിക്കും ഈ മോദിയെ. അതെ, മോദി പ്രധാനമന്ത്രിയായ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ ഉള്ള ഒരാൾ ഈ വിരമിക്കൽ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? 60 വയസ്സല്ലേ ആയിട്ടുള്ളൂ.
അപ്പം അത് എന്തായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം? അതായത് മോദിയും വിരമിക്കുന്നതിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് മനസ്സ് തുറക്കാറുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നോക്കും ഒരു സ്പിരിച്വൽ ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ട്, ആത്മീയത ഉള്ളിലുണ്ട്. അപ്പോൾ മോദി മുമ്പ് രാമകൃഷ്ണ മഠത്തിൽ ചേരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. രാമകൃഷ്ണ മിഷനോട് ഞാൻ നിങ്ങളുടെ മിഷനിൽ ചേർന്ന് സന്യാസിയായി പ്രവർത്തിക്കട്ടെ എന്ന് ചോദിച്ചതാണ്. ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചതാണ്. അപ്പോൾ അവർ തന്നെ ഉപദേശിച്ചത് അതല്ല, നിങ്ങൾ ഈ രംഗത്ത് തന്നെ തുടരുക, രാഷ്ട്ര സേവനം അതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന്. രാമകൃഷ്ണ മിഷനിൽ അതുകൊണ്ടാണ് അദ്ദേഹം രാമകൃഷ്ണ മിഷനിൽ ചേരാതെ പോയത്. അതല്ലെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹം സന്യാസിയായിട്ടൊക്കെ പോകുമായിരുന്നു. ഇങ്ങനത്തെ പല ആളുകളും ഉണ്ട്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം ഈ ദുർഗയൊക്കെ പൂജിച്ചിട്ടുമൊക്കെ യൗവനത്തിൽ ഈ കോൺഗ്രസിലൊക്കെ ചേരുന്നതിന് മുമ്പ് ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു പോയി എന്ന് പറയില്ലേ നമ്മുടെ നാട്ടില്, അങ്ങനെ പോയ ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ അങ്ങനത്തെ ചില പിന്നീട് രാഷ്ട്രീയ പോരാട്ടത്തിന് തുനിഞ്ഞിറങ്ങുകയാണ് പിന്നീട് അദ്ദേഹം ചെയ്തത്. പക്ഷെ മനസ്സിൽ അങ്ങനെ ഒരു വശം സുഭാഷ് ചന്ദ്രബോസിനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാണത്. കാരണം ഒരാൾ സന്യാസി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യമായിട്ടല്ല നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ മോദി തന്നെ പല തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കഴിയുമ്പോഴും ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കന്യാകുമാരിയിലല്ലേ വന്ന് ധ്യാനത്തിൽ, അതിനു മുമ്പും ഹിമാലയത്തിലും ഒക്കെ പോയി ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പം BJP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ 1ാം നിര 2ാം നിര 3ാം നിര എന്ന് പറഞ്ഞിട്ട് നേതാക്കളുടെ ഒരു പ്രളയം തന്നെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും മോദിയുടെ ഒരു തൊട്ട് താഴെയാണ് എപ്പോഴും നമ്മൾ അമിത്ഷായെ കണ്ടത്. ഒരുപക്ഷെ മോദി മാറി നിന്നാൽ അമിത്ഷായുടെ ഭരണ നൈപുണ്യം കൂടി നമുക്കൊക്കെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ എത്തിച്ചേരാനും സാധ്യത ഉണ്ടാകുമല്ലോ. ചിലപ്പോൾ മോദി ഒരു ആശ്രമമൊക്കെ തുടങ്ങിയിട്ട് സന്യാസിയായി കഴിഞ്ഞാൽ ആശ്രമം നന്നായിട്ട് നടത്താനായിട്ട് അമിത്ഷായും കൂടി വേണം എന്ന് വന്നാലോ, മാനേജറായിട്ട് നിർത്തുക എന്ന് പറയുന്നൊരു ആളുമായിട്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ വിരമിച്ചാൽ എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് RSS ആണല്ലോ രണ്ടുപേരും. RSS എന്താ പറയാ, സ്വയം സേവകരാണ്. അപ്പോൾ RSS രാഷ്ട്രീയത്തിലേക്ക് നിയോഗിക്കുന്ന ആളുകളായിട്ട് ഇവരെയൊക്കെ കരുതാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു സംഘടനയുടെ മനസ്സും കൂടി അതിൻ്റെ അകത്ത് പ്രധാനമായിരിക്കുമല്ലോ. ഇപ്പൊ BJP ദേശീയ പ്രസിഡന്റ് തന്നെ ഇപ്പോ ഉണ്ടായിട്ടില്ല, അതാരായിരിക്കണം എന്നൊക്കെ വരുമ്പോഴൊക്കെ RSSന്റെ അഭിപ്രായമൊക്കെ ചോദിക്കുമല്ലോ സാധാരണഗതിയിൽ. അപ്പോ അതും കൂടിയൊക്കെ അറിഞ്ഞിട്ട് ഒരു കുറച്ച് ചർച്ചകൾക്കൊക്കെ ശേഷം ഇപ്പോ നാഗ്പൂരിൽ അടുത്ത കാലത്ത് പോയിരുന്നല്ലോ മോദി, 2 ഊഴം ഒക്കെ ആയപ്പോഴും പോകുന്നത് പ്രധാനമന്ത്രിയായിട്ട് ആദ്യമായിട്ടായിരുന്നു പോയത്. അപ്പൊ അതിന്റെ ചർച്ചകളൊക്കെ ചിലപ്പോൾ നടന്നിരിക്കാം. 75 വിരമിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനും ഉണ്ടാവാം. കാരണം അത് അതിൻ്റെതായ ഒരു നിഷ്ഠയായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ സത്യത്തിൽ പകരം വരാവുന്ന ഒരാളാണ് അമിത്ഷാ അല്ലേ? പ്രധാനമന്ത്രിയായിട്ട് വരാവുന്ന ഒരാളാണ്. മറ്റേ യോഗി ആദിത്യനാഥിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള ആളാണ്. രാഷ്ട്രീയമൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം എങ്ങനെയാണ്. മാത്രമല്ല സംഘടനയെയും കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. സാർ, ഇപ്പോൾ BJP ഇത്രയും സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ ദേശീയ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ആളാണ് അമിത്ഷാ. അപ്പോൾ അമിത്ഷായുടെ തന്ത്രങ്ങളും കൗശലങ്ങളുമാണ് വിവിധ സ്റ്റേറ്റുകളിൽ BJPക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിലും ഒരു നൈപുണ്യം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ഒരാളുടെ ഒരു സേവനം പാർട്ടിക്ക് പിന്നെയും അതല്ല. ഈ അമിത്ഷാ ഇപ്പോൾ ഈ സഹകാരികളോട് ഞാൻ വിരമിച്ചാൽ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഇനി 75 വയസ്സാണ് വിരമിക്കൽ പ്രായമെങ്കിൽ അദ്ദേഹത്തിന് 15 കൊല്ലമുണ്ട് ആലോചിക്കാനും. മാത്രമല്ല ആ 15 കൊല്ലം കൂടുതൽ ഈ പഠിക്കാനും വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ വായിക്കാനും പഠിക്കാനും അതിൻ്റെ ഭാഷ്യങ്ങൾ ഇല്ലേ, ധാരാളം ഭാഷ്യങ്ങളുണ്ട്. ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ഒക്കെ കിട്ടും. അദ്ദേഹത്തിനാണെങ്കിൽ ഇനി കിസരി മോഹൻ ഗാംഗുലി എഴുതിയ മഹാഭാരതം പരിഭാഷ ചെയ്ത മറ്റേ ഹിന്ദിയിൽ തന്നെയൊക്കെ വായിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. പഠിക്കാനുള്ള, കൂടുതൽ ആ ഭാഗത്തേക്ക് തിരിയാനുള്ള, ആത്മീയ പാതയിലേക്ക് തിരിയാനുള്ള ഒരു സമയം കൂടിയായിട്ട് ഇനി കിട്ടുന്ന 15 കൊല്ലം. അത് കഴിഞ്ഞ് വിരമിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും. അല്ലാതെ അദ്ദേഹം അടുത്ത
അദ്ദേഹം ഞാൻ ഇനി തെരഞ്ഞെടുപ്പിനില്ല, ഞാൻ രാഷ്ട്രീയത്തിനില്ല എന്നുള്ള പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലേ, അത് കുറച്ചുകൂടി വെളിവായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ആത്മീയത ഉറങ്ങിക്കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആത്മാവിലും ഒക്കെ. ഇന്ത്യയുടെ പൈതൃകം ന്യായമായിട്ടും ഉണ്ടാവും, പക്ഷെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ആഴത്തിൽ പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അമിത്ഷായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു ഫേസറ്റ് എന്ന് പറയില്ലേ, വേറൊരു മുഖം കൂടി നമുക്ക് വെളിവായി അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.